നമസ്കാരം, ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത സെക്രട്ടറിയുടെ ഓഫീസ് അറ്റൻഡന്റിന്റെ വീഡിയോയുടെ താഴെ പല കുട്ടികളും അതിന്റെ സിലബസ് എന്താണെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ 2024 ഒക്ടോബർ ഡിസംബർ മാസത്തിൽ PSC നടത്താൻ പോകുന്ന 10th ലെവൽ പൊതു പ്രാഥമിക പരീക്ഷയുടെ സിലബസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു സെക്രട്ടറിയേറ്റ് OA, സ്റ്റോർ കീപ്പർ ഉൾപ്പെടെയുള്ള ലബോറട്ടറി അസിസ്റ്റന്റ്, ലാബ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള 5ഓളം തസ്തികൾക്ക് വേണ്ടിയിട്ടാണ് 2024 10th ലെവൽ പൊതു പ്രാഥമിക പരീക്ഷ നടക്കാൻ പോകുന്നത്. അതിന്റെ മെയിൻസ് പരീക്ഷ 2025 മാർച്ച് മെയ് മാസത്തിൽ നടക്കുമെന്നും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 2024 പൊതു പ്രാഥമിക പരീക്ഷയുടെ സിലബസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഈ സിലബസിന് പ്രത്യേകത ഇംഗ്ലീഷും മലയാളവും ഇല്ലാത്ത സിലബസ് ആണ്. മാത്രമല്ല IT അടക്കമുള്ള വിഷയങ്ങളും ഇതിലില്ല. വെയിറ്റേജിലും മാറ്റമുണ്ട്. ഇതിന്റെ കുറച്ചും കൂടെ ഡെപ്തിലുള്ള സിലബസ് ആണ്. ഇംഗ്ലീഷും അതുപോലെ തന്നെ മലയാളം ഉൾപ്പെട്ടിരിക്കുന്ന സിലബസ് ആണ് ഇതിന് മെയിൻസ് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ ഈ പ്രിലിംസ് പരീക്ഷയുടെ സിലബസ് നമുക്ക് നോക്കാം. ജനറൽ നോളജ് എന്ന് പറയുന്ന ഭാഗത്ത് 60 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 6 മൊഡ്യൂൾസ് വീതം. 6 മൊഡ്യൂൾസിന് 10 മാർക്ക് വീതമാണ് 60 മാർക്ക് എന്ന് പറയുന്നത്. വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ ഈ സിലബസ് പ്രകാരം പഠിക്കാനുള്ളൂ. പക്ഷെ വെയിറ്റേജ് വളരെ കൂടുതലാണ്. കുറച്ച് പോർഷൻസ് ഉള്ളെങ്കിലും 10 മാർക്കിനുള്ളത് കൊണ്ട് തന്നെ തന്നിരിക്കുന്ന സിലബസിലെ കണ്ടന്റുകളെ വളരെ ആഴത്തിൽ പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ആദ്യം തന്നെ കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 10 മാർക്കാണ്. ഇതിന്റെ പ്രത്യേകത കറണ്ട് അഫയേഴ്സിന് സിലബസ് അടിസ്ഥാനത്തിൽ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ സെക്ഷനിലെ കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങൾ നോക്കി പോവേണ്ടതെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. ഒന്ന് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ എന്ന് പറഞ്ഞ് 10 മാർക്കിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ 10 മാർക്ക്. പിന്നെ ഇന്ത്യൻ ജോഗ്രഫി. ആ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിർത്തികളും അതിരുകളും, ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള പ്രാഥമിക അറിവ്. അതായത് നമ്മുടെ ഈ ഒരു ജോഗ്രഫിയിൽ 10th ലെവൽ മെയിൻസ് പരീക്ഷയുടെയോ അല്ലെങ്കിൽ +2 ലെവൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷയുടെ അത്രയും ഡെപ്തിലോ അല്ലെങ്കിൽ കൂടുതൽ കണ്ടന്റുകളോ ടോപ്പിക്കുകളോ ഇവിടെ കൊടുത്തിട്ടില്ല. വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കണ്ടന്റ് നമുക്ക് അതിൽ ഉൾപ്പെടുത്താവുന്നേ ഉള്ളൂ. അപ്പൊ ഇത് അത്യാവശ്യം ആഴത്തിൽ പഠിക്കണം. എന്നാൽ മാത്രമേ ഈ 10 മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി അടുത്തത് ചരിത്രമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വതന്ത്രാനന്തരം നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. അപ്പോ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാര്യങ്ങളും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെയാണെങ്കിൽ സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്നിവയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഒരു പോർഷൻ പറഞ്ഞിരിക്കുന്നത്. 10 മാർക്കാണ് അതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ, വളരെ ചെറിയൊരു സിലബസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് പഠിച്ചാൽ തീർച്ചയായിട്ടും ഈ 10 മാർക്ക് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകളും ഇതിന് 10 മാർക്കാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ പോർഷൻസിൽ നിന്നും, എസ്പെഷ്യലി വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ പതാക, ദേശീയ ഗീതം, ഇതിൽ നിന്നൊക്കെ എല്ലാ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷകൾക്കും ചോദ്യം ഉണ്ടാവാറുണ്ട്. അതായത് ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്കിൽ നിന്നും ഓരോന്നിൽ നിന്നും ചോദ്യങ്ങൾ തീർച്ചയായിട്ടും വരാറുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോന്നും ആ സിലബസ് കൊടുത്തിരുന്ന ഓരോ ടോപ്പിക്കും അതുപോലെ എടുത്ത് മാക്സിമം ഇൻ ഡെപ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ സ്കോർ മിസ്സാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തത് കേരള ജോഗ്രഫി വരുമ്പോൾ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും. ഈ നദികളും കായലുകളും എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവ്. കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സമകാലീന വിവരങ്ങൾ നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കാനുണ്ട്. അതിന് പുറമെയാണ് കായിക രംഗം എന്നുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് കേരള ഹിസ്റ്ററിയുമായി പറയുന്ന പോർഷനാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ, അതിനു മുന്നിൽ പ്രവർത്തിച്ചവർ, അതായത് ദേശീയ മുന്നേറ്റങ്ങളാണ്. പിന്നെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും ഇതിന് പറയാണ് അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ 7 സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നാ പറഞ്ഞത്. അപ്പൊ ഇവർക്ക് അപ്പുറത്തേക്ക് ബാക്കിയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ആളുകളുടെ പേരും കൂടെ പഠിച്ചു പോകേണ്ടതുണ്ട്. സഹോദരൻ അയ്യപ്പൻ അടക്കമുള്ള ആളുകളുടെ പേരും പഠിച്ചു പോകേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന കേരള ഹിസ്റ്ററിയിലെ ഇത്രയും നവോത്ഥാന നായകന്മാരും അതിനു പുറമെ കേരളത്തിലെ ദേശീയ മുന്നേറ്റങ്ങളും ഒക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ 10 മാർക്കാണ് ഇതിൽ വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് GK എന്ന് പറയുന്ന 6 യൂണിറ്റിൽ നിന്ന് അല്ലെങ്കിൽ 6 മൊഡ്യൂൾസിൽ നിന്ന് 10 മാർക്ക് വീതം 60 മാർക്ക് എന്ന് പറയുന്നത്. ഇനി ജനറൽ സയൻസിലോട്ട് വരുമ്പോൾ നാച്ചുറൽ സയൻസ് ഒരു വിഭാഗമാണ്.
പിന്നെ ഫിസിക്കൽ സയൻസ് വേറെ വിഭാഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നാച്ചുറൽ സയൻസിൽ നിന്ന് മാത്രം 10 മാർക്കാണ്. അതായത് ബയോളജിയും എൻവയോൺമെന്റൽ സയൻസും കൂടെ ചേർന്ന ഭാഗം. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും, രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതി പ്രശ്നങ്ങളും, ഇത്രയും ഭാഗങ്ങളിൽ നിന്നായിക്കൊണ്ട് 10 മാർക്കാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി ഫിസിക്കൽ സയൻസ് ആണെങ്കിലോ മൊത്തം 12 സബ്ജക്ട്സ് 12 യൂണിറ്റ്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. ഈ 12 ടോപ്പിക്സിലും ഏറെക്കുറെ 5 ടോപ്പിക് രസതന്ത്രത്തിൽ നിന്നും ബാക്കിയുള്ളവ ഏതിൽ നിന്നുമാണ്? ഊർജ്ജതന്ത്രം അഥവാ ഫിസിക്സിൽ നിന്നുമാണ്. ആറ്റത്തിന്റെ ഘടന, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, ഇത്രയും ഭാഗങ്ങൾ രസതന്ത്രത്തിന്റെ ഭാഗമായിക്കൊണ്ട് കെമിസ്ട്രിയുടെ ഭാഗമായിക്കൊണ്ടാണുള്ളത്. ബാക്കിയുള്ള ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിന്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും, ഇത് രണ്ടും കൂടെ ചേർന്ന ഈ ഫിസിക്കൽ സയൻസിന്റെ ഭാഗത്തിനാണ് 10 മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ കമ്പാരിറ്റീവ്ലി നാച്ചുറൽ സയൻസിനേക്കാളും കുറെ കണ്ടന്റ് പഠിച്ചാൽ മാത്രമേ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ഫിസിക്കൽ സയൻസിൽ നിന്ന് 10 മാർക്ക് കിട്ടുള്ളൂ. നാച്ചുറൽ സയൻസിൽ ആകെ എത്ര ടോപ്പിക്സ് ഉള്ളത്? 7 ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്കിനുള്ള കണ്ടന്റ് ആയി ഇത് മനസ്സിലാക്കണം. പിന്നെ നേരെ പോകുന്നത് മാത്സ് ആണ്. മാത്സ് കമ്പാരിറ്റീവ്ലി മെയിൻസിന്റെയും അതുപോലെ തന്നെയാണെങ്കിൽ +2 ലെവൽ ഡിഗ്രിയുടെ പരീക്ഷകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഒരു ചെറിയ സിലബസ് ആണ്. ഓക്കെ, ആകെ 8 ടോപ്പിക്സ് കൊടുത്തിട്ടുള്ളൂ. അത് തന്നെ 2 പോർഷൻ ആയിട്ടുണ്ട്. ഒന്ന് മാത്സ് ലഘുഗണിതം, മറ്റൊന്ന് റീസണിങ് മാനസിക ശേഷി കേട്ടോ. അപ്പൊ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു സാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗമൂലവും, ശരാശരി ലാഭവും നഷ്ടവും, സമയവും ദൂരവും, ഇത്രയും ടോപ്പിക്സ് മാത്രമേ ഇതിലുള്ളൂ. ഇതിന് 10 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും, അതിൽ നിന്നും 10 മാർക്കുണ്ട്. അതിലും ഈ പറഞ്ഞ പോലെ 8 ടോപ്പിക്സ് ഉണ്ട്. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകള്, ശ്രേണികള്, സമാനബന്ധങ്ങള്, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പദങ്ങൾ, സ്ഥാന നിർണ്ണയം, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു സിലബസ് ഇവിടെ അവസാനിക്കുകയാണ്. അതായത് ഇംഗ്ലീഷും മലയാളവും സുപ്രധാന നിയമങ്ങളും അതുപോലെ തന്നെ IT ഒന്നും ഉൾപ്പെടാത്ത ഒരു സിലബസ് ആണത്. സാഹിത്യത്തെക്കുറിച്ചും കലയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ഒന്നും പഠിക്കാനില്ല. ഓക്കെ, വളരെ ചെറിയൊരു സിലബസ് ആണ്. പക്ഷേ ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത എപ്പോഴും 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് എപ്പോഴും ഉയർന്നു വരാറുണ്ട്. നല്ല രീതിയിലുള്ള കട്ട് ഓഫ് വരാറുണ്ട്. നിങ്ങൾ ഖാദി ബോർഡ് LDCയുടെയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി LGSന്റെയോ ഒക്കെ നിങ്ങൾ പ്രിലിംസിന്റെ കട്ട് ഓഫ് നോക്കിയാൽ മതി. 2023 22 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് നോക്കിയാൽ മതി. അത്യാവശ്യം നല്ല ഉയർന്ന രീതിയിലുള്ള കട്ട് ഓഫ് ആയിരുന്നു. അപ്പൊ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ സാധിക്കുള്ളൂ. മെയിൻസിന്റെ കട്ട് ഓഫ് അത്രയും വരാറില്ല. അപ്പൊ നിങ്ങൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന LDC പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പും LGS പരീക്ഷയുടെ തയ്യാറെടുപ്പും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാനും മുതൽക്കൂട്ടാവുന്നതായിരിക്കും. എന്നിരുന്നാൽ പോലും ആ ഒരു പരീക്ഷകൾക്ക് ശേഷം ഇതിന്റെ സിലബസ് ഓറിയന്റഡ് ആയിക്കൊണ്ട്, എസ്പെഷ്യലി ദേശീയഗാനം, ദേശീയഗീതം പോലെയുള്ള ഇതിൽ മാത്രം പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം നടത്തി ഈ സിലബസ് ഓറിയന്റഡ് ആയിട്ട് മാത്രം ഒരു റിവിഷൻ നടത്തുന്നത് എന്തുകൊണ്ടും സെക്രട്ടേറിയറ്റ് OA പോലെയുള്ള ലാബ് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകൾക്ക് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും നിങ്ങളുടെ LDC LGS പരീക്ഷകൾക്ക് ശേഷം ഈ രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.